40 വയസ്സ് കഴിഞ്ഞാൽ എന്നെ കാണിക്കാൻ വരുന്ന ഒരുപാട് രോഗികളുണ്ട്. ഒരിക്കൽ ഒരു രോഗി എന്നോട് പറഞ്ഞു, എനിക്കിപ്പോൾ നടക്കുമ്പോൾ കിതപ്പുണ്ട്, നെഞ്ചിൽ അസ്വസ്ഥതകളുണ്ട്, ഹാർട്ടിന്റെ മിടിപ്പ് കൂടുന്നുണ്ട്. ഇതൊക്കെ വലിയ അസുഖത്തിന്റെ ഭാഗമാണോ? അതേപോലെ 40 വയസ്സ് കഴിഞ്ഞ മറ്റൊരു രോഗി എന്നോട് പറഞ്ഞു, എനിക്ക് കിതപ്പുണ്ട്, നെഞ്ചുവേദന ഉണ്ട്, നെഞ്ചിടിപ്പുണ്ട്. പക്ഷെ ഇതൊക്കെ പ്രായം കൊണ്ട് വരുന്നതല്ലേ, ഇതിനൊന്നും ടെസ്റ്റിന്റെ ആവശ്യമില്ല. നിങ്ങൾ നോക്കുക, ഒരേ ബുദ്ധിമുട്ട് രണ്ട് രോഗികളും രണ്ട് രീതിയിലാണ് കണ്ടത്. ഒരാൾ എല്ലാം പ്രായത്തിന്റെ എന്ന് പറഞ്ഞിട്ട് അവഗണിക്കുകയാണ്, മറ്റൊരു വ്യക്തി ഈ അസ്വസ്ഥതകൾ ഹാർട്ടിന്റെ ആണെന്ന് വിചാരിച്ച് പേടിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ 40 വയസ്സിന് ശേഷം സംഭവിക്കുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഹൃദയത്തിന്റെ കപ്പാസിറ്റി കുറയാന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ റിക്കവറിക്കുള്ള കപ്പാസിറ്റി അത് 40 വയസ്സിന് ശേഷം കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സർസൈസും ജിമ്മൊക്കെ ചെയ്യുന്ന വ്യക്തികളിൽ പഴയതുപോലെയുള്ള ഒരു റിക്കവറി സാധ്യമാവില്ല. ഹാർട്ട് റേറ്റ് റിക്കവറി ഏകദേശം 30% ഇങ്ങനെയുള്ളവർക്ക് കുറയുന്നുണ്ട്. രണ്ടാമത്തേത് ഹൃദയമിടിപ്പിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ശ്രദ്ധാലുവാകുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ചില പൊസിഷൻ മാറുമ്പോൾ, ചില ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത്, സ്ട്രെസ് വരുന്ന സമയത്തൊക്കെ ഹൃദയമിടിപ്പ് പഴയതിനേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ഇതിന്റെ ഒരു കാരണം ഹൃദയത്തിന്റെ സ്ട്രെയിൻ കൂടുന്നത് കൊണ്ടാണ്. ഇത് 60% ആളുകൾക്ക് സംഭവിക്കുന്നുണ്ട്. മൂന്നാമത്തേത് ടെമ്പറേച്ചറിനനുസരിച്ച് ഹൃദയത്തിൽ വരുന്ന മാറ്റങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. എന്ന് വെച്ചാൽ തണുപ്പുള്ള സമയത്തും ചൂടുള്ള സമയത്തും ഹൃദയത്തിന് പഴയതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പലപ്പോഴും ചൂട് കാലത്ത് 40%-ലധികം ഹൃദയമിടിപ്പ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് 25%-ലധികം BP-യിലുള്ള വേരിയേഷൻസും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ 40 വയസ്സ് കഴിഞ്ഞവര് ചൂടുകാലത്തും തണുപ്പ് കാലത്തുമുള്ള ആക്ടിവിറ്റീസ് ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ചൂട് കാലത്ത് നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. നാലാമത്തേത് ഉറക്കത്തിന്റെ ക്വാളിറ്റിയും ഉറക്കത്തിന്റെ സ്വഭാവവും ഹൃദയത്തെ ബാധിച്ചു തുടങ്ങുന്നു. 6 മണിക്കൂറിലധികം നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ ഹൃദയത്തിനുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങുകയാണ്. ഇത് 45% വരെ ആളുകൾക്ക് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. അഞ്ചാമത്തേത് സ്ട്രെസ് കാരണം, ടെൻഷൻ കാരണം വരുന്ന ഹൃദയത്തിലെ മാറ്റങ്ങൾ 40 വയസ്സിന് ശേഷം ഒരുപാട് വർദ്ധിക്കുന്നുണ്ട്. പഴയതുപോലെ ആളുകൾക്ക് സ്ട്രെസ് താങ്ങാൻ പറ്റാതെ വരികയാണ്. 50%-ലധികം ആളുകൾക്കും ഹൃദയമിടിപ്പിലും BP-യിലും സ്ട്രെസ്സിന്റെ സമയത്ത് വ്യത്യാസങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇത് കാലക്രമേണ ഹൃദയത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെ സാധാരണ പ്രായം കൊണ്ട് മാത്രം തന്നെ ഏതൊരു വ്യക്തിക്കും സംഭവിക്കാൻ സാധ്യതയുള്ള മാറ്റങ്ങളാണ്. നമ്മളിൽ ഒരാൾ ഹാർട്ട് ചെക്ക് ചെയ്യേണ്ട അവസ്ഥ, മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് നടക്കുന്ന സമയത്ത് നെഞ്ചുവേദന അനുഭവപ്പെടുക. രണ്ടാമത്തേത് നടക്കുമ്പോഴോ ആയാസപ്പെടുമ്പോഴോ കിതപ്പ് അനുഭവപ്പെടുക. മൂന്നാമത്തേത് നെഞ്ചിടിപ്പ് അനാവശ്യ സമയത്ത് ക്രമാതീതമായിട്ട് കൂടുക. നാലാമത്തേത് കാലിൽ വിട്ടുമാറാത്ത നീര് വരിക. അഞ്ചാമത്തേത് ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ തന്നെ കടുത്ത ക്ഷീണം അനുഭവപ്പെടുക. ഈ ക്ഷീണം മെച്ചപ്പെടുന്നില്ല. ഈ പറഞ്ഞ അവസ്ഥകൾ 40 വയസ്സിന് ശേഷമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് ആവശ്യമായ ചെക്കപ്പ് ചെയ്യുക. 40 വയസ്സിന് ശേഷം നിങ്ങൾക്ക് പുതിയതായി അനുഭവപ്പെട്ട എന്തെങ്കിലും ഹാർട്ടിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക.